അപ്പോൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് കയ്യൂർ സമരമാണ്. കയ്യൂർ സമരം ജന്മിത്വത്തിനെതിരെയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് മർദ്ദന നയങ്ങൾക്കുമെതിരെ കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിൽ നടന്നതാണ് കയ്യൂർ സമരം. അപ്പോൾ കയ്യൂർ സമരം എന്തിനൊക്കെ എതിരെയാണ് നടന്നത്? ജന്മിത്വത്തിനെതിരെയും ബ്രിട്ടീഷ് മർദ്ദന മുറകൾക്കെതിരെയുമാണ് നടന്നത്. എവിടെയാണ് നടന്നത്? കാസർഗോഡാണ് നടന്നത്. കാസർഗോഡ് എവിടെ? ഹോസ്ദുർഗ് താലൂക്കിലാണ് നടന്നത്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് കർഷക സംഘ പ്രവർത്തകർ നടത്തിയ ബഹുജന പ്രക്ഷോഭമാണ്. കയ്യൂർ സമരം നടന്ന വർഷം 1941 മാർച്ച് 28-നാണ്. എന്നാണ് 1941 മാർച്ച് 28-നാണ് കയ്യൂർ സമരം നടന്നത്. മൊറാഴി ആണെങ്കിൽ 1940-ലും കയ്യൂർ ആണെങ്കിൽ 1941-ലാണ് നടന്നത്. ഇനി കയ്യൂർ സമരത്തിനിടയിൽ കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരാണ് സുബ്ബരായൻ. കയ്യൂർ സമരത്തിനിടയിൽ കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാരാണ്? സുബ്ബരായൻ. കയ്യൂർ സമരത്തിൽ പ്രതി ചേർക്കപ്പെട്ട പിൻകാലത്ത് കേരള മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് EK നായനാർ. അപ്പോൾ കയ്യൂർ സമരത്തിൽ പ്രതി ചേർക്കപ്പെട്ട് പിൻകാലത്ത് കേരള മുഖ്യമന്ത്രിയായ വ്യക്തി ആരാണ്? EK നായനാർ. പോലീസ് ഉദ്യോഗസ്ഥന്റെ മരണത്തെ തുടർന്ന് തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ടവർ ആരൊക്കെയാണ്? അപ്പു, ചിരുകണ്ഠൻ, അബൂബക്കർ, കുഞ്ഞമ്പു നായർ, ചൂരിക്കാടൻ കൃഷ്ണൻ നായർ. അപ്പോൾ ആരൊക്കെയാണ്? അപ്പു, ചിരുകണ്ഠൻ, അബൂബക്കർ, കുഞ്ഞമ്പു നായർ, ചൂരിക്കാടൻ കൃഷ്ണൻ നായർ എന്നിവരെയൊക്കെയാണ് തൂക്കിലേറ്റാൻ വിധിച്ചത്. ഇതിൽ ചൂരിക്കാടൻ കൃഷ്ണൻ നായർക്ക് പ്രായപൂർത്തിയാവാത്തതിനാൽ ഇദ്ദേഹത്തെ ഒഴിവാക്കിയിട്ട് ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് അയച്ചു. ബാക്കിയുള്ളവരെല്ലാം തൂക്കിലേറ്റിയത് 1943 മാർച്ച് 29-നാണ്. അതുകൊണ്ട് തന്നെ മാർച്ച് 29-ന് കയ്യൂർ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നു. കയ്യൂർ സമരത്തിന് സാക്ഷ്യം വഹിച്ച കാസർഗോഡ് ജില്ലയിലെ പുഴയാണ് കരിയങ്കോട് പുഴ. ഈ കരിയങ്കോട് പുഴയുടെ മറ്റൊരു പേരാണ് തേജസ്വിനി പുഴ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ കരിയങ്കോട് പുഴയുടെ മറ്റൊരു പേരാണ് തേജസ്വിനി പുഴ. കയ്യൂർ രക്തസാക്ഷി ദിനം എന്നാണ്? മാർച്ച് 29-ആണ്. അതിന് കാരണം എന്താണ്? ഈ കയ്യൂർ സംഭവം നടന്ന 1941 മാർച്ച് 28-നാണ്. എന്നാൽ